പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ വീടുകളിൽ വെച്ച് വളരെ അത്ഭുതങ്ങൾ ചെയ്തതായി ആയിരക്കണക്കിന് അനുഭവങ്ങൾ ദൈവമക്കൾ പങ്കുവെക്കുന്നുണ്ട്. ഒരെണ്ണം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ബീന സാജു, കൊഴുപ്പത്തടത്തി, പാല രൂപത, ഇടവക നെല്ലിയാനി. എനിക്ക് മരുന്ന് ലേപനൌഷധമല്ല, കർത്താവിൻ്റെ വചനമാണ് എന്നെ സൗഖ്യമായെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഈ കാണുന്ന പോലെയല്ല ഞാൻ 2008 ഇരുന്നത്. കാരണം 2008 ഞങ്ങളുടെ ചാച്ചന് ഷുഗർ കൂടിയിട്ട് ബോധം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ ജനലേലും കയറും, കട്ടിലേറ്റ് നിൽക്കും, അങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരുന്നപ്പം ഞാൻ നോക്കി ഒരു ദിവസം കട്ടിലെന്ന് ചാച്ചന് കുത്തനെ താഴോട്ട് വേണ്ടി പൊക്കം ഉണ്ടായിരുന്നു. കട്ടിന് കുത്തനെ താഴോട്ട് പോകാൻ തല കുത്തി പോകാൻ തുടങ്ങിയപ്പോൾ ഞാനതാ കാണുന്നത്. ഉറക്കത്തിൽ നിന്ന് ഏറ്റു വന്നപ്പോൾ പെട്ടെന്ന് ചാച്ചനെ കയ്യെ ഇങ്ങനെ പിടിച്ച് പൊക്കിയപ്പോൾ എൻ്റെ പെടലിയുടെ ഞരമ്പ് ഒരു ഒച്ച കേട്ടു. അപ്പോൾ ഞാനത് ഭയങ്കര വേദന അതിന് ശേഷം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടർ ഭയങ്കര വേദനയായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഈ പെരുവെല്ലാം നിൽക്കുന്ന പോലെ ഞാൻ നിൽക്കാൻ തുടങ്ങി. വേദന കൂടിയപ്പോൾ ചാച്ചനെ പിടിക്കാൻ വേണ്ടിയിട്ട് കൈ പിടിച്ച സമയത്ത് ഈ പെടലി കശേരിക്കൾക്ക് ഒരു ഒച്ച കേട്ടു, എന്തൊരു ഒച്ച കേട്ടു. അന്നേരം വേദനയായിട്ട് ഞാൻ രാത്രിയിലൊക്കെ വേദന കൂടിയപ്പോൾ ഞാൻ ആശുപത്രി ചെന്ന് കൊണ്ടുപോയി. എന്നെ പെരുവെല്ലാം നിൽക്കുന്ന പോലെ നിൽക്കുന്ന വെച്ചാൽ അതുകൂട്ട് വേദനയാണ്. രാത്രിയിൽ ഉറക്കമില്ല, എല്ലാം പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആശുപത്രി ചെന്ന് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്നാ ഭാരമാണ് തൂക്കിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇതാന്ന് പറഞ്ഞു. അന്നേരം എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഈ തലയുടെ ഞരമ്പുകളിൻ്റെ കശേരുക്കളെല്ലാം വലിഞ്ഞ് താഴോട്ട് പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ 2 കിലോ കട്ടി തൂക്കി കിടക്കാൻ പറഞ്ഞു. കട്ടിൽ വെക്കി വെച്ച് 2 കിലോ കട്ടി തൂക്കി കിടക്കാൻ പറഞ്ഞു. കിടന്ന് അങ്ങനെ 8 മണിക്കൂർ പകൽ മുഴുവൻ കിടക്കും. അച്ഛൻ നേരം ഏറ്റിരുന്നാൽ പറഞ്ഞു, നിങ്ങൾ അത് കഴിഞ്ഞിരിക്കണം, ബെൽറ്റ് ഇട്ടോളാൻ പറഞ്ഞു. അന്നില്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിങ്ങനെ മടിഞ്ഞ് കിടക്കും. കഴുത്തിങ്ങനെ കിടക്കുക, ഇങ്ങനെ കിടക്കും. ഇങ്ങനെ അന്നേരം അമ്മച്ചിയുടെ കഴുത്തി ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ഒടിഞ്ഞ കൈയൊക്കെ എന്നെ ചെയ്യാം. ഈ റോബർട്ട് പോലെ കൈ ഇരിക്കും, ഇങ്ങനത്തെ ഉണ്ടാവും. ഒരു ഉപയോഗമില്ലാത്ത കൈ പോലെ. എൻ്റെ ആവശ്യങ്ങൾ പോലും എനിക്ക് നിറവേറാൻ പറ്റിയില്ല. വീട്ടാവശ്യങ്ങൾ എനിക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ വീട്ടുകാരെയും തീർത്തില്ലായില്ലേ. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു. ഞാൻ വേറെ എന്നിട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ദിവസം 8 മണിക്കൂർ പിന്നെ ഇങ്ങനെ 8 മണിക്കൂർ. അത് കഴിഞ്ഞ് ആരോടെങ്കിലും മിണ്ടണമെങ്കിൽ ഈ ബെൽറ്റ് ഇട്ടിച്ചാൽ മിണ്ടാവണമെന്നും പറഞ്ഞു.
അതായത് ആരെങ്കിലും മിണ്ടണമെന്നുണ്ടെങ്കിൽ താങ്ങ് പിടിച്ചിട്ട് വേണം മിണ്ടാൻ. അത് കഴിഞ്ഞ് എല്ലാം വേറെ ഡോക്ടർമാരെ എല്ലാം കൊണ്ട് കാണിച്ചു. അപ്പോൾ ഒരു വലിയൊരു വിദഗ്ധൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ചേച്ചി ഇങ്ങനെ തന്നെ അങ്ങ് കിടന്നോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം കാലത്ത് ഇങ്ങനെ കിടന്നോളാം. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു ഈ വലിയ കൂടി സൈസ് ഗുളിക തരുമ്പം ലഹരി അടിച്ച പോലെ ഇരിക്കും തലയെല്ലാം. ഞാൻ കുഴഞ്ഞ നില കിടക്കും. എനിക്ക് മരുന്നാണ് അതൊരു അത് കഴിഞ്ഞപ്പോൾ എന്നാ ചെയ്യും, ബെൽറ്റ് ഇട്ടിട്ട് എൻ്റെ ചെവിയുടെ വലത്ത് ചെവിയുടെ പാട പൊട്ടിപ്പോയി. ബെൽറ്റ് ഇട്ട സമയത്ത് വലത് ചെവിയുടെ പാട പൊട്ടി, ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടും പോയി. അത് കഴിഞ്ഞ് ഞാൻ വെള്ളിയാഴ്ച തന്ന ഇവിടെയുണ്ട് ചാപ്പലി അന്ന് 2008 ചാപ്പലി ഇരിക്കും. ചാപ്പലി ഈശോയാണ് അന്ന് ആദ്യം കാണിക്കുന്നത്. അഭിഷേകം പ്രോഗ്രാമില്ല, അഭിഷേകം വെള്ളിയാഴ്ച 11 മണിക്ക്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലായി? അതായത് ഞായറാഴ്ച രാത്രി 8:30 മണിക്ക് സംപ്രേഷണം അഭിഷേകം പ്രോഗ്രാമില്ലേ, അതിന് പുനഃസംപ്രേഷണമുണ്ട് പിന്നത്തെ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക്. അപ്പൊ ആ 11 മണിക്ക് ചേച്ചി ഇത് കാണുകയാണ്. അപ്പൊ കേരള സർവീസ് ആദ്യം അന്ന് കാണിച്ചിരുന്ന അപ്പുറത്തെ ചാപ്പലിൽ ഈശോയുടെ ഒരു പടമാണ് ആദ്യം. ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പം അറിയണം, പക്ഷെ ആദ്യം കാണിച്ചത് ഈശോയുടെ പടം അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ എപ്പിസോഡുകളിൽ. എന്നിട്ട് ഞാൻ ഈ ആരാധന ചാപ്പലിൽ കയറിയപ്പോഴാണ് എന്നെ അന്ന് കാണിച്ച ഈശോ ആണല്ലോ. ഇപ്പോഴാണ് വന്നപ്പോഴാണ് കാണേണ്ടത്, സെയിം പടമാണല്ലോ. എന്നിട്ട് ഞാൻ ഈ സെറ്റ് ഇങ്ങനെ ഇരിക്കുക, ഒരു ഉപയോഗമില്ലാതെ ഇരിക്കുക. ആര് വിളിച്ചാലും എന്നെ വിളിക്കും വീണ. എനിക്ക് അറിയത്തില്ല, ശരിയാക്കത്തില്ല. തുടങ്ങിയ നേരത്തെ ആ ഈശോയെ കണ്ടപ്പോൾ എൻ്റെ ഈശോയെ എൻ്റെ ചെവി കേൾക്കത്തില്ല, ഭയങ്കര വേദന, എൻ്റെ ചെവി എൻ്റെ ചെവിയുടെ ശ്രവണശക്തി തരണേന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ ഒരു ഇടുപാട് മിന്നുന്ന പോലെ ആ ഈശോടെ ഒരു കറണ്ട് അടിച്ചു. വിവിരാന്ന് ഇതങ്ങ് പോയി, ചെവി കേട്ടു. പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ ഈശോയുടെ പടം കണ്ടപ്പോൾ എൻ്റെ ഈശോയെ, ആ അന്ധനായ യാചന വഴിസനെ നിലവിളിച്ച്, എൻ്റെ ഈശോയെ എനിക്ക് കേൾവി ശക്തി തരണമെന്ന് കരഞ്ഞ് നിലവിളിച്ച് പെട്ടെന്ന് ഇടിവാള് മിന്നണത് പോലെ ഒരു സംഗതി ചവിലേക്ക് വന്ന് അടിച്ചു. ആ സെക്കൻഡ് ചെവി തുറക്കപ്പെട്ടു. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് ആഹാരം കഴിക്കണമെങ്കിൽ ഞാൻ പറ്റുമ്പോഴത്തോളം ആരെയും മറ്റൊരു ആശ്രയം അവരെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ആഹാരം വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അവർ കാണാതെ ഞാൻ മുമ്പിൽ കുടിക്കും, ചെരിച്ച് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞ പാത്രം വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 8:30 അഭിഷേക് ഞായറാഴ്ച പിന്നത്തെ ഞായറാഴ്ച അഭിഷേക് പ്രോഗ്രാം കാണുകയാണ്. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ മാൻ ഇനി ഏറ്റു എല്ലാവരും കരച്ചില്ല എൻ്റെ ഇരിപ്പ് തന്നെ കാണിച്ചാൽ അങ്ങനെ കിടക്കുന്ന പോലെ കിടക്കുക. എന്നിട്ട് ഞാൻ ഏറ്റു വന്ന ഇങ്ങനെ ഏന്തി വരും, കാരണം വെച്ചാൽ എനിക്ക് നടക്കാനൊന്നും പറ്റിയില്ല. അന്നേരം തന്നെ ഏറ്റു വന്ന കസേരയിരുന്നു ഈ സെറ്റ് ആയിരുന്നപ്പോഴാണ് ആരാധന നേരത്തെ തിരുവസ്ഥ ഇങ്ങനെ അച്ഛൻ വെച്ചിരിക്കുക. അപ്പം എന്നോട് ആരാണ്ട് ശക്തി ഈശോ തന്നെ അവൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു, നീ അച്ഛൻ തൊടാൻ. അതായത് ടി വിയില് ആരാധന അഭിഷേകത്തിന് ടോക്ക് കഴിഞ്ഞ ആരാധന നടക്കുന്ന സമയത്ത് ഈ ചേച്ചിയുടെ ഉള്ളിൽ ഈശോ തോന്നിക്കുകയാണ്, നീ അത് ഇപ്പം ഇങ്ങോട്ട് തൊടുക. അപ്പം ഞാൻ ചെല്ലണ തന്നെ ഭയങ്കര പാഠമായി. ചെന്ന് ഈ തിരുവോസ്തി തൊട്ടു. എന്നിട്ട് എൻ്റെ കൈയല്ല പ്രവർത്തിച്ചത്, ഈ കൈ കൊണ്ട് ഈ വേദന ഉള്ളോടം വരെ തൊടിയിച്ചു. പിന്നെ നമ്മൾ നേരം തേറ്റ് വരുമ്പം എനിക്ക് എൻ്റെ സൗഖ്യം കിട്ടും. ഒരു പ്രത്യേക ശക്തി ആ സമയത്ത് വന്നിട്ട് ആ ടിവിയെ പോയി ഈശോയെ പോയി തൊട്ടിട്ട് വേദനയുള്ള സ്ഥലത്തെല്ലാം കൊണ്ടേ തൊടാൻ പറഞ്ഞു. ഈ ചേച്ചി എവിടെയൊക്കെയാണ് കഴുത്തിന് ചരിത്ര വേദന എല്ലാം തൊട്ട്. എന്നിട്ട് രാത്രി പോയി 8:30 കഴിഞ്ഞ് കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതേപോലെ ശരീരം കംപ്ലീറ്റ് നോർമലായി കടന്ന അനുഗ്രഹിച്ച സഹോദരങ്ങളെ. നേരം എടുത്തപ്പോൾ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ കയ്യിൽ ഒരു ഇരുമ്പ് കയറിയിരിക്കുന്ന പോലെ ബലം. അപ്പം ഞാനോർത്ത് ഇത് കൈക്കെന്തോ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഈശോ പറഞ്ഞോടെ, നീ ആ ഇരിക്കുന്ന അലമാര ഗ്ലാസ്സുകളെല്ലാം അടുക്കാൻ പറഞ്ഞു. ഇത് എങ്ങനെ അടിക്കുന്നത് എനിക്കറിയാം. ഞാൻ ഇങ്ങനെ അടുക്കി ആ ചൂലെടുത്ത് അങ്ങ് അടിക്കാൻ പറഞ്ഞു. യേശുവേ അടിച്ചു. ഞാൻ ഒന്നേ പറഞ്ഞോളൂ, കർത്താവേ എൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ, എൻ്റെ വീട്ടുകാരൻ നടക്കാൻ നീ എന്നെ അനുവദിക്കണമെന്ന്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളെ ഇത് കഴിഞ്ഞ് എനിക്ക് ചൂടൊക്കെ എടുത്തത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ജീവൻകളി പറയും ഗുളിക മേടിച്ചാൽ കഴിക്കായിരുന്നു. ഞാൻ അന്നോടോർത്ത് ദൈവം ഇപ്പം എന്നെ ഗുളി മേടിച്ചാൽ കഴിക്കരുത്. അന്ന് ആ ഗുളി എന്നോട് നേരത്തെ പറഞ്ഞു, ഇനി ഗുളി കഴിക്കരുതെന്ന് ഉള്ളി ഇരുന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു ഇനി മേലാക്കി ഗുളി കഴിക്കണമെന്ന് ഈശോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവിത പങ്കാളി എന്തേലും പറയുമോ? വഴക്കല്ല. പുള്ളിയുടെ ജീവിതങ്ങളുടെ ഇഷ്ടത്തെ ഞാൻ ആ ഗുളി എടുത്തൊന്നു. പിന്നെ കഴിച്ചപ്പോൾ പഴയപടി അതേപടി ഉങ്ങി വന്നു. നിന്നോടല്ലേ പറഞ്ഞു നീ കഴിക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരൻ അതെടുത്ത് അങ്ങോട്ടൊരു കൊടുത്ത് പിന്നെ അത് പിന്നെ ഇങ്ങനെ നിൽക്കും. ദൈവം വെറുതെ അല്ല ചേച്ചി പറയണത് അല്ലേ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ കാണുന്ന കാഴ്ച അല്ലായിരുന്നു 2008 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴല്ലേ മനസ്സിലാക്കണത്.
എൻ്റെ നോക്കാം, അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഈശോ നേരിട്ട് കുടുംബത്തിലേക്ക് വരുന്ന സമയമാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയം. പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി കൈ അടിച്ച് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ജനതകൾ കണ്ടിടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. 2008 ഇതുപോലുള്ള വചന ശുശ്രൂഷയുടെ സമയത്ത് ആ കുടുംബത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തു. പിന്നെ ഇന്ന് വരെ ആ ശരീരത്തെ കർത്താവ് ആരോഗ്യത്തോടെ നടത്തി. ആ ഒരു അനുഭവം അവർ നമ്മളോട് പങ്കുവച്ചത് ഇന്ന് ഈ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ കർത്താവ് ചെയ്യാൻ പോണ അത്ഭുതത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ്. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കുക. ഓൾ ചിൽഡ്രൻ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, ലെറ്റ് us pray together. ഇത് ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന, ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ വിളിച്ചപേക്ഷിക്കണം. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൽ 14-ാം തിരുലിഖിതം, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെട്ടവയാകയാൽ അത് ഗ്രഹിക്കാനും അവന് സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ച തരുന്നത്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. എല്ലാ കുടുംബങ്ങളും സർവ്വ സമൂഹങ്ങളും ഇപ്പോൾ ലക്ഷോപലക്ഷം വരുന്ന എല്ലാ ദൈവമക്കളോടും ചേർന്ന് എത്രമാത്രം ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കാമോ അത്രയും ഉച്ചത്തിൽ കർത്താവിനെ ആരാധിച്ച് പരിശുദ്ധാത്മാവേ നിറയണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, ഹോളി ഫയർ, ഫയർ, കത്തിപ്പടരണമേ ഹോളി ഫയർ. ആത്മാവേ എന്നെ നീ തീയായി വലിയ മാറ്റണമേ. ദാഹത്തോടെ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. കൈകൾ ഉയർത്തി. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാറ്റണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിറയണമേ, എല്ലാ കുഞ്ഞുങ്ങളിലേക്ക് നിറയണമേ, കുടുംബങ്ങളിലേക്ക് നിറയണമേ, സ്ഥാപനങ്ങളിലേക്ക് നിറയണമേ, രോഗികളിലേക്ക് നിറയണമേ, തകർന്നവരിലേക്ക് നിറയണമേ, ബന്ധനങ്ങളിൽ ഇരിക്കുന്നവരിലേക്ക് നിറയണമേ, അന്ധകാര പീഡകളിലിരിക്കുന്നവരിലേക്ക് നിറയണമേ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, കൈകൾ ഉയർത്തി ആവർത്തിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഒരുമിച്ച്. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. അരുവിയേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. കുട്ടികളും ചേർന്ന്. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവേ അവിടുന്ന് അത്ഭുതകരമായി ഇടപെടണമേ. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ ദിവ്യ സ്പർശനങ്ങൾ നൽകണമേ. വചനത്തിൻ്റെ ഉൾക്കാമ്പുകൾ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കണമേ. വചനത്താൽ അവിടുന്ന് സംതൃപ്തരാക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 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 ഉച്ചത്തിൽ ആമേൻ. ആമേൻ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ്
നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് കർത്താവിൻ്റെ ശിക്ഷാവിധി ഏൽക്കും. സങ്കീർത്തന പുസ്തകം 34 അധ്യായം 21 തിരുലിഖിതം. തിന്മ ദുഷ്ടരെ സംഹരിക്കും, നീതിമാന്മാരെ ദൂഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. Psalm 34:21. Those who hate the righteous will be punished. ഉറക്കെ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് നീതിമാന്മാരെ ദ്വേഷിക്കുന്ന വിശ്വാസികൾക്ക് ശിക്ഷാവിധി ഉണ്ടാകും എന്നല്ല. വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും, അംഗീകരിക്കുന്നവനാണെങ്കിലും അംഗീകരിക്കാത്തവനാണെങ്കിലും, ആരാണെങ്കിലും, അറിവുള്ളവനാണെങ്കിലും അറിവില്ലാത്തവനാണെങ്കിലും, നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. ഇത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. നീതിമാന്മാർ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുണ്ട്. ഒന്ന്, ഒരു സമൂഹമായിട്ട് ഒരു സഭ ഒരുമിച്ച് കൂടുന്നു, അതൊരു സമൂഹമാണ്. ഇടവ പള്ളി ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ കോൺവെൻറ്റ് ഒരു സമൂഹമാണ്, അതുമല്ലെങ്കിൽ സെമിനാരി ഒരു സമൂഹമാണ്, അതുമല്ലെങ്കിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനാ സമൂഹം, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒരു സമൂഹമാണ്, ഒരു വചനപ്രഘോഷണം നടന്ന ടീം ഒരു സമൂഹമാണ്, ധ്യാനകേന്ദ്രം ഒരു സമൂഹമാണ്, അതുമല്ലെങ്കിൽ തീർത്ഥാടക സംഘം ഒരു സമൂഹമാണ്, തീർത്ഥാടന കേന്ദ്രം ഒരു സമൂഹമാണ്, പ്രാർത്ഥനാ കേന്ദ്രം. ഇങ്ങനെ പല വിധത്തിൽ കർത്താവിൻ്റെ നാമം പേറുന്ന കർത്താവിൻ്റെ സ്ഥലങ്ങളുണ്ട്, കർത്താവിൻ്റെ സമൂഹങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വ്യക്തികൾ, കർത്താവിൻ്റെ നാമം പേറുന്ന വ്യക്തികൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, ദൈവഭക്തരായ മനുഷ്യർ, സമർപ്പിതർ, അതുമല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാർ, പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാർ, പ്രാർത്ഥിക്കുന്ന യുവാക്കന്മാർ, പ്രാർത്ഥിക്കുന്ന യുവതികൾ, പ്രാർത്ഥിക്കുന്ന വിദ്യാർത്ഥിനികൾ, പ്രാർത്ഥിക്കുന്ന ടീച്ചേഴ്സ്, പ്രാർത്ഥിക്കുന്ന തൊഴിലാളികൾ, സാപത്ത് ആചരിക്കുന്നവർ, നീതിമാന്മാരായി ദൈവത്തിന് സ്വീകാര്യരാകാൻ വേണ്ടി തങ്ങളുടെ പാപമാർഗങ്ങൾ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ദൈവ മക്കളെ മനഃപൂർവ്വം ആക്രമിക്കരുത്, സംഘം ചേർന്നിരുന്ന് ആക്രമിക്കരുത്, അവരെ ഉപദ്രവിക്കരുത് എന്നുള്ളത് ദൈവമായ കർത്താവിൻ്റെ ഒരു ഇഷ്ടമാണ്. എന്നിട്ട് ദൈവമായ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ ആരെങ്കിലും ഏത് ജനതയിൽപ്പെട്ടവനായാലും, എത്ര അധികാരമുള്ളവരാകട്ടെ, അത് ഭരണാധികാരിയാകട്ടെ, രാജാവാകട്ടെ, അത് ഉദ്യോഗസ്ഥനാകട്ടെ, ആരുമാകട്ടെ, നീതിമാന്മാർക്കെതിരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും നിന്ദനങ്ങളും പ്രശ്നങ്ങളും പീഡകളും ഉണ്ടാക്കിയാൽ അവന് കർത്താവിൻ്റെ ശിക്ഷാവിധി ഏൽക്കും എന്ന് ദൈവവചനത്തിലൂടെ ദൈവം സകല കാലത്തുള്ള ദൈവമക്കൾക്ക് വേണ്ടി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സക്കറിയ പ്രവചനത്തിലെ 14 അധ്യായം 12-13 തിരുലിഖിതങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിക്കുന്ന ഇങ്ങനെയാണ്: ജെറുസലേമിനോട് യുദ്ധം ചെയ്യുന്ന ജനതകളുടെ മേൽ കർത്താവ് അയക്കുന്ന മഹാമാരി ഇതാണ്. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം ചീഞ്ഞു പോകും, അവരുടെ കണ്ണ് കൺതടത്തിലും നാവ് വായിലും അഴുകും. അന്ന് കർത്താവ് അവരെ സംഭ്രാന്തരാക്കും, അവർ പരസ്പരം പിടികൂടും, ഒരുവൻ മറ്റൊരുവൻ്റെ നേരെ കൈ ഉയർത്തും. ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 14 വേഴ്സസ് 12 and 13. സക്കറിയയുടെ പുസ്തകം 14 അധ്യായം 12-13 തിരുലിഖിതങ്ങളിൽ വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിച്ചിരിക്കുകയാണ്. നീതിമാന്മാരോട് യുദ്ധം ചെയ്യുന്ന കുടുംബങ്ങൾ ഇത് അറിയണം. നീതിമാന്മാർക്കെതിരെ മനഃപൂർവ്വം സംഘം ചേരുന്ന വിപരീത ബുദ്ധികൾ ഇത് അറിയണം. നീതിമാന്മാർക്കെതിരെ മനഃപൂർവ്വം കോലാഹലങ്ങൾ ഇറക്കിവിടുക, മനഃപൂർവ്വം അപവാദ പ്രചരണങ്ങൾ പടച്ചുവിടുക, മനഃപൂർവ്വം ആ കുടുംബങ്ങളെ നശിപ്പിക്കുക, വ്യക്തികളെ നശിപ്പിക്കുക, അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക, മനഃപൂർവ്വം അതിനോട് കലിയോടെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും സകല ജനതകളും ഗ്രഹിക്കേണ്ടതിന് ഇത് എല്ലാ മക്കൾക്കും വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ജെറുസലേമിനോട് യുദ്ധം ചെയ്യുന്ന ജനതകളുടെ മേൽ കർത്താവ് അയക്കുന്ന മഹാമാരി ഇതാണ്. ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം ചീഞ്ഞു പോകും,
കണ്ണ് കൺതടതിരുന്ന് അഴുകിപ്പോകും, നാവ് വായിലിരുന്ന് ചീഞ്ഞു പോകും, ഓരോ അവയവങ്ങൾ ഇരിക്കുന്നോടത്തിരുന്ന് അതിന് ശവക്കുഴിയായി മാറും, അവിടെ ഇരുന്ന് ചീഞ്ഞു പോകും എന്ന് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ മുന്നറിയിപ്പ് തന്ന് അത് താക്കീത് തരികയാണ്. എന്ന് പറഞ്ഞ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചന മുന്നറിയിപ്പ് വിവിധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇതുപോലെ സമാനമായൊരു രംഗമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം. അവിടെ ദൈവത്തിൻ്റെ ജനം ഒരു സമൂഹമായി മരുഭൂമിയിലൂടെ എങ്ങനെ നീങ്ങി നീങ്ങി പോരുകയാണ്. ചെങ്കടലിൻ്റെ തീരത്തെത്തി. അങ്ങനെ അവർ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ ചെങ്കടലിൻ്റെ തീരത്ത് നിസ്സഹാരിക്കുമ്പോൾ ഫറവോയുടെ ഈജിപ്ഷ്യൻ സൈന്യം വലിയ സൈന്യാധിപന്മാരുടെ നേതൃത്വത്തിൽ കുതിരപ്പടയും രഥപ്പടയും എല്ലാം കൂടെ കൂടി ഈ ജനത്തെ പിന്തുടർന്ന് പീഡിപ്പിക്കാൻ, പിന്തുടർന്ന് പിടികൂടാൻ, അടിമകളാക്കി വീണ്ടും ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതാ ഇവരെ വലയം ചെയ്യുകയാണ്. ഇവർക്ക് നേരെ അതിശീഘ്രം പാഞ്ഞെടുക്കുകയാണ്. ഇവർക്കെതിരെ കെണികൾ ഒരുക്കുകയാണ് അവരെ പിടികൂടാൻ വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാത്രി അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ 14 വേഴ്സസ് 24 and 25. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സമ്പത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് അവരുടെ രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. കടലിൽ കൂടി ഇവരുടെ പിന്നാലെ പാഞ്ഞു നീരെ ഇപ്പം പിടിക്കാം എന്ന് വിചാരിച്ച് രഥങ്ങൾ അതിവേഗം പായിച്ചപ്പോൾ കർത്താവ് കടലിൽ അവരുടെ ഗതി ദുഷ്കരമാക്കി. രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. മുന്നോട്ട് പോകാൻ പറ്റാതെ അവർ വലിയ കെണിയിലായി. അപ്പോൾ ഈജിപ്തുകാർ പരസ്പരം പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. ഇതാ കർത്താവ് അവർക്ക് വേണ്ടി നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പോലെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി തിരിച്ചു പോയേക്കാം, ഓടി രക്ഷപ്പെട്ടേക്കാം. പക്ഷേ അവർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഈയക്കട്ട താഴുന്നത് പോലെ ഫറവോയുടെ കുതിരപ്പടയും ഫറവോയുടെ രഥങ്ങളും കുതിരപ്പട്ടാളക്കാരും ആ കടലിൽ മുങ്ങിച്ചത്ത് ജഡമായി പൊന്തി എന്നുള്ളതല്ലേ സത്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ചരിത്രത്തിലൊരു സംഭവമാണ്. ഈയക്കട്ട പോലെ ഫറവോയുടെ സൈന്യം കടലിൽ മുങ്ങിത്താന്നു. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 20-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ഇതുപോലുള്ള മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ജനം എന്ന് പറഞ്ഞൊരു കൊച്ചു സമൂഹം, ആ കൊച്ചു സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടിയിറങ്ങിയ 3 രാജ്യങ്ങൾ, അമ്മോന്യർ, മൊവാബിയർ, സെയീർ പർവ്വത നിവാസികൾ, അവർ ആ രാജ്യത്തിനെതിരെ പ്രത്യേക തരത്തിലുള്ള ഈർഷ്യയോടെ പാഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ ജനം ദൈവത്തിൽ ആശ്രയിച്ചു. അവർക്ക് സംഭവിച്ച എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വചനഭാഗമാണ് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 22-ഉം 23-ഉം 24-ഉം തിരുലിഖിതങ്ങൾ. 2 ക്രോണിക്കൽസ് ചാപ്റ്റർ 20 വേഴ്സസ് 22 to 24. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മൊവാബിയർ, സെയീർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. അവർ തുരത്തപ്പെട്ടു. അമ്മോന്യരും മൊവാബിയരും ഒരുമിച്ച് സെയീർ പർവ്വത നിവാസികളോട് പൊരുതി. അവർ നിശേഷം നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം അമ്മോന്യരും മൊവാബിയരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു. യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കുന്നുകൂടി കിടക്കുന്നതാണ് കണ്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ പരസ്പരം അംഗം വെട്ടി നശിക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ ദൈവഭക്തന്മാർക്കെതിരെ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയോ എന്ന് ചിന്തിക്കണം. ഇന്ന് നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ ഇരിക്കുന്നോടത്തിരുന്ന് അഴുകിപ്പോണുണ്ടെങ്കിൽ ഇന്നലകളിൽ കർത്താവിൻ്റെ ഭക്തന്മാരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ സമൂഹത്തെ, കർത്താവിൻ്റെ സഭയെ, കർത്താവിൻ്റെ ജനത്തെ പീഡിപ്പിക്കാൻ മുതിർന്നോ?
ഞാനൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും, ഞാനൊരു ഭരണകർത്താവാണെങ്കിലും, ഞാനൊരു അധികാരിയാണെങ്കിലും, ഞാനൊരു ടീച്ചറാണെങ്കിലും, അധ്യാപകനാണെങ്കിലും, ഞാൻ ആരാണെങ്കിലും ഞാൻ മനസ്സിലാക്കേണ്ട, ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിത അന്തസ്സിനനുസരിച്ച്, എൻ്റെ അധികാരത്തിനനുസരിച്ച്, എൻ്റെ പ്രൗഢിക്കനുസരിച്ച്, എൻ്റെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് കർത്താവിൻ്റെ നാമം പേറുന്ന സ്ഥലത്തോടും കർത്താവിൻ്റെ നാമം പേറുന്ന വ്യക്തികളോടും ആദരവും ദൈവികമായൊരു ബന്ധവും ദൈവികമായൊരു കാഴ്ചപ്പാടും ഞാനും നിങ്ങൾ പുലർത്തണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ വളരെ ഭക്തിപൂർവം രണ്ട് കരങ്ങളും കൂപ്പി സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തിയെന്ന്, മുട്ടുകുത്താൻ പറ്റാത്തവർ എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവ്വം കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, കഴിഞ്ഞ നാളുകളിൽ അങ്ങേ അറിയാതെ നടന്ന കാലങ്ങളിൽ അങ്ങയുടെ നാമം പേർന്ന സ്ഥലങ്ങളോടും അങ്ങയുടെ ഭക്തരോട് നീതിമാന്മാരോട് ഒരുപാട് വിഷത്തോടു കൂടി ഇടപെട്ടിട്ടുണ്ട് കർത്താവേ. ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ രാത്രി എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുന്നു. അറിവേറെയുണ്ടെന്ന അഹങ്കാരമോടെ അരുതായ്മയിൽ ഞാൻ അകപ്പെട്ടു പോയി. അവരെൻ്റെ മുൻപിൽ മികവേറെ നാദാ, അവിടുത്തെ മുൻപിൽ കുറവേറെ നാദാ. ആരും കാണാത്തതല്ല, ആഴം കാണുന്നു നാദാ. ആരും കാണാത്തതല്ല, യേശുവേ ആഴം എന്നെ സ്പർശിക്കണമേ. നാദാ. അനുതാപമായി എന്നേശുവേ അണയോ, എന്നിൽ അണയോ, എന്നിൽ. രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്രയും ഉറക്കെ യേശുവിനെ വിളിച്ച് വലിയൊരു അഭിഷേകം നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് എല്ലാ ദൈവമക്കളും ഉറക്കെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അനേക രോഗികളുടെ മേൽ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. ഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.